സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആ താഴെ വീണ ഭക്ഷണം നീ നിസാരമായി കാണരുത്. അങ്ങനെ നീ അല്ലാഹു ചെയ്ത ഒരു നിഅമത്ത്, അല്ലാഹു ചെയ്ത നിഅമത്താണടാ ഭക്ഷണം നിനക്ക് തന്നത്. ആ നിഅമത്തിനെ നീ, ആ നിഅമത്തായ ഭക്ഷണത്തിന് നീ നിസാരമായി കണ്ടപ്പോ, അതാ പാത്രത്തിൽ നിന്ന് താഴെ വീണ ഭക്ഷണത്തെ നീ നിസാരമായിട്ട് അത് വേസ്റ്റായി നീ കണ്ടപ്പോ, അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയോട് പറയുകയാ, ആയിഷ താഴെ വീണ ഭക്ഷണം എടുക്കൂ, അത് അല്ലാഹു ചെയ്ത നിഅമത്താ, അത് നിനക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹമാ. അതിനെ നീ നിന്ദിച്ചാ അല്ലാഹു നിനക്ക് നഷ്ടം തരും ആയിഷ. നിന്റെ ജീവിതം ഇങ്ങനെയാകാൻ, എത്ര കിട്ടിയാലും തികയാത്തത്, തിന്നാ വയറ് നിറയാത്തത്, എടാ നീ സർവ്വതും നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹു നിനക്ക് തന്ന റിസ്കിനെ നീ കളഞ്ഞതിന്റെ പേരിലാ. അല്ലാഹു നിനക്ക് ചെയ്ത നിഅമത്തിനെ നീ നിന്ദിച്ചതിന്റെ പേരിലാടാ അല്ലാഹു നിനക്ക് ഈ നഷ്ടം തന്നത്. അല്ലാഹു നിനക്ക് ഈ നഷ്ടം തന്നത്. താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്കാൻ നീ നിന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടോ? നിന്റെ മക്കളെ നീ പഠിപ്പിച്ചിട്ടുണ്ടോ? വാരിക്കളയുകയല്ലേ. എത്ര ഭക്ഷണമാ വാരിക്കളയുന്നത്? ആ കളഞ്ഞത് നന്ദികേടായിരുന്നടാ. ആ നന്ദികേട് കാണിച്ചത് കൊണ്ടാ അല്ലാഹു നിന്നെ ഇല്ലാതാക്കിയത്. അല്ലാഹു നീ നന്ദികേട് കാണിച്ചത് കൊണ്ടാണ് റബ്ബ് തരുന്നത് നിർത്തിക്കളഞ്ഞത്. അല്ലാഹു തന്ന ബർക്കത്ത് തിരിച്ചെടുത്തത് നിന്റെ നാശത്തിന് കാരണമാ. ഇത് ഞാൻ പറഞ്ഞതല്ല, മുത്തുനബിയാണ് കരഞ്ഞുകൊണ്ട് ആയിഷയോട് പറഞ്ഞു, ആയിഷ എടുത്ത് കടിക്ക ആയിഷ, ഇല്ലെങ്കിൽ അല്ലാഹു നിന്നെ വെറുതെ വിടൂല. എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും എത്ര ഭക്ഷണത്തെയാണ് നിന്ദിച്ചു കളഞ്ഞത്. താഴെ വീണ ഭാര്യയും മക്കൾ ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കുമ്പോ ആ താഴെ വീണ ഭക്ഷണം അല്ലാഹു നിനക്ക് ചെയ്ത നിഅമത്തല്ലേ. ഒരു നേരത്തിന് അന്നത്തിന് വകയില്ലാതെ എത്ര പേര് കഷ്ടപ്പെടുന്നു ലോകത്ത്, എത്ര പേര് കഷ്ടപ്പെടുന്നു. ആ സമയത്ത് താഴെ വീണത് നീ നിന്ദിച്ചപ്പോ നിന്റെ ജീവിതത്തിൽ ഐശ്വര്യം അല്ലാഹു തിരിച്ചെടുത്തു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ ബറക്കത്തേതില്ല. ആ താഴെ കിടക്കണ ചോറില എടുത്ത് കഴിക്കുക. ആ താഴെ വീണ ഭക്ഷണം ഇടത് കൈകൊണ്ട് വൃത്തിയാക്കിയിട്ട് നീ കഴിക്ക്. അല്ലാഹു നിനക്ക് ബറക്കത്ത് തരും, അല്ലാഹു നിനക്ക് അഭിവൃദ്ധി തരും, അല്ലാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട